ഗൈസ് വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വോക്സ് ബൈ രവതി. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു ഈ സാരിയുടെ പ്ലീറ്റ് എങ്ങനെയാണ് ഇത്രയും നീറ്റായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ചെറുതായിട്ട് എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പം എന്തായാലും സാരി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആ ഒരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടുതൽ ഇതുപോലത്തെ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആസ് യൂഷ്വൽ പിന്നെ നമുക്ക് എത്ര വീതിക്കാണോ വേണ്ടുന്നത് ആ ഒരു വീതിക്ക് പ്ലീറ്റ്സ് എടുക്കണം. ആസ് യൂഷ്വൽ നോർമലി ഉള്ള എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കി ഞാൻ എങ്ങനെയാണ് അതിനെ അങ്ങനെ ഇതായിട്ട് വെക്കുന്നത് എന്നുള്ളത് ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. അപ്പം ഇവിടെ ഇപ്പം ഞാൻ ഈ ഒരു വീതിക്കാണ് എടുക്കുന്നത്. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ഒരു പിന്ന് കുത്തി വെക്കണം. കയറുന്നില്ല പിന്നെ. ഓക്കെ, ഇനി ഒറ്റയ്ക്ക് എങ്ങനെ സാരിയുടെ പ്ലീറ്റ് നീറ്റായിട്ട് എടുക്കാം എന്നുള്ളത് കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട്, ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, എന്നിരുന്നാലും ഓക്കെ. സോ അപ്പോൾ നമ്മൾ പ്ലീറ്റ് എടുത്ത് പിൻ ചെയ്ത ഭാഗം ഇതുപോലെ ഇച്ചിരി ഹൈറ്റിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, പിന്നെ അടുത്തൊരു പിന്നോ അല്ലെങ്കിൽ ക്ലിപ്പോ എന്തെങ്കിലും കുത്തി വെക്കുക. ഓക്കെ, ഞാൻ നോർമലി ക്ലിപ്പാണ് കുത്തുന്നത്. ഒരു മിനിറ്റ് ക്ലിപ്പ് എടുത്തിട്ട് വരാം. നോർമലി ഈ ബങ്കർ ബെഡ് ഇപ്പോൾ ദുബായിലൊക്കെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് ബങ്കർ ബെഡ്സ് ഉണ്ടാവും. അപ്പോൾ ബങ്കർ ബെഡിന്റെ സൈഡിൽ ഇതുപോലെ നമുക്കിങ്ങനെ ഇതിടാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ചത്. അങ്ങനെയാണ് സക്സസ് ആയത്. കാരണം എപ്പോഴും നമുക്കിപ്പോൾ ഒരാളുടെ ഒരു ഹെൽപ്പ് ചോദിച്ചു പോയി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ആദ്യം ഒന്നും എനിക്ക് ഒറ്റയ്ക്ക് പ്ലീറ്റ് എടുക്കാൻ അറിയത്തില്ല. ഇപ്പോഴാണ് കുറച്ച് പ്രൊഫഷണൽ ആയത്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ആ എടുത്ത് വെച്ചിരിക്കുന്ന പ്ലീറ്റ് കുറച്ച് നീറ്റായിട്ട് അങ്ങനെ തന്നെ താഴോട്ടായിട്ട് പിടിച്ച് ഓരോ പിന്നൂത്തി വെച്ചാൽ മതി. വേറെ വലിയ കാര്യമൊന്നും ഇല്ല ഇതില്. ഓക്കെ, സി ഞാൻ ഇതിന്റെ ഒരു ക്ലോസപ്പ് കൂടെ കാണിച്ചു തരാം. വെയിറ്റ് കറും. എന്നിട്ട് നമ്മൾ ഓരോ തവണ പിന്നൂത്തിയിട്ടും അടുത്ത സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീക്കിയിട്ട് അടുത്ത ഒരു ക്ലച്ചോ ഇങ്ങനെ കൂത്തി വെക്കുക. സോ ദിസ് ഈസ് ദ ക്ലോസസ്റ്റ് വ്യൂ. ഓക്കെ, എല്ലാം കുറച്ച് ഈവൻ ആയിട്ട് നീറ്റായിട്ട് നമുക്ക് എത്ര വിധത്തിലാണ് വേണ്ടുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പട്ടിൻ്റെ വീതിക്ക് മാത്രമേ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഒരു ലെങ്ത്തിലും വിഡ്സിലും ഒക്കെ ഇങ്ങനെ പിടിക്കുകയാണ്. ഗൈസ് കാണുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് സോ സിമ്പിൾ. ലുക്ക് അറ്റ് ദിസ്. അപ്പം നമുക്ക് എത്ര വീതിക്ക് എത്ര ഇതിനാണോ വേണ്ടുന്നതെന്നുള്ളത് ആ ഒരു ഇതിൽ നമ്മൾ പിടിച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യം, കഴിഞ്ഞു. സിമ്പിൾ. കണ്ടോ ഇത്രയും നമ്മൾ പ്ലീറ്റ് എടുത്തു. എല്ലാത്തിലും ഓരോ പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. സോ എവിടെ വരെയാണ് നമുക്ക് ലെങ്ത് ആവശ്യമുള്ളതെന്ന് ചെക്ക് ചെയ്തിട്ട് ഇവിടെ പിൻ ചെയ്തിട്ട് ബാക്കി അങ്ങ് അറേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ഇങ്ങനെയാണ് ഞാൻ നോർമലി പ്ലീറ്റ് എടുത്ത് പിൻ ചെയ്തിട്ട് വെക്കുന്നത്. ഈ പിറകിലുള്ള പിന്നൊക്കെ ഞാൻ ഈ ഷോൾഡറിൽ പിൻ ചെയ്തതിന് ശേഷം ഞാൻ അഴിക്കും. എന്നിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ വിരിച്ച് വെച്ചൊന്നും നിൽക്കത്തില്ലേ, അതങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ പിന്ന് കുത്തും, ഇവിടെ ഒരു പിന്ന് കുത്തും, ഇവിടെ ഒരു പിന്ന് കുത്തും. അപ്പം ഒരുപാട് മൂവ് ആവാതെ കറക്റ്റായിട്ട് അവർ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പ്ലേറ്റ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ trick what I use to take the pleats of the sari pallu. Okay, stay tuned guys, I will come with another video. Love you, bye bye. This is me Revati signing off from Talks on Work by Revati.